ഒരുപാട് കാര്യങ്ങൾ അന്നുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിലെ ഒരു ഇളം തലമുറയെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറകളെ എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയെ തടയാനും മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗവൺമെന്റും എല്ലാവരും ചേർന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത് എന്നുള്ള തോന്നൽ. അങ്ങനെയുള്ളൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സോഷ്യൽ ഒബ്ലിഗേഷനുള്ള ഒരാളായിരുന്നു സഞ്ജയ് ചന്ദ്ര. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അത് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയെന്ന നിലയിലാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തി 2 പ്രാവശ്യം കൊടുത്തു. ഇപ്പോൾ സുനില് ഈ അവാർഡ് ജേതാവായിരിക്കുന്നു. ഞാൻ സുനിലിനെ പ്രത്യേകമായി ഈ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. തട്ടിയെടുത്തിട്ടുണ്ട്. പലരും ഭൂമി പോലും ഇല്ല, അല്ലേ? ഭൂമി പോലും ഇല്ലാത്ത ഭൂരഹിതരായി അവർ നിൽക്കുകയാണ്. അവർക്ക് അവകാശപ്പെട്ട ഭൂമി ഇടനിലക്കാർ വ്യാപകമായി തട്ടിയെടുക്കുക. പ്രത്യേകമായ വിഷയത്തിൽ അവാർഡ് കിട്ടിയതിൽ സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളിനാണെന്നിവിടെ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾ കാരണം നമ്മൾ അവിടെയൊക്കെ പോയി